എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തായാലും ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല. അവർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു, എല്ലാവർക്കും വാരിക്കോരി ക്യാഷ് ബാക്ക്. അങ്ങോട്ട് ഫണ്ട് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഫണ്ട് അയച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാതെ ഒക്കെ ക്യാഷ് ബാക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പോഴോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആർക്കും വേണ്ടാത്ത എന്തെങ്കിലും വൗച്ചറൊക്കെ. എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ റിവാർഡ് സെക്ഷനിലൊക്കെ, എൻ്റെ റിവാർഡ് സെക്ഷനിലൊക്കെ കയറി കഴിഞ്ഞാൽ ലോഡ് കണക്കിനാണ് ഈ വൗച്ചർ കിടക്കുന്നത്. ഒരാവശ്യമില്ലാണ്ട് കുറേ എണ്ണം എക്സ്പയർ ആയി പോകുന്നുണ്ട്, കുറേ എണ്ണം ലൈവായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്തോ, ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ആൾക്കാരിലോട്ടൊക്കെ ഷെയർ ചെയ്തോ. അതായത് ഫ്ലിപ്കാർട്ട് ഇപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ചെയ്യുന്ന അതേ പരിപാടികളൊക്കെ ചെയ്യാം. ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി അതുപോലെ ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ജോയിൻ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തേക്കാം. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ സെക്കൻഡറി ചാനൽ ക്രിപ്റ്റോ റിലേറ്റഡ് കണ്ടന്റുകൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന സെക്കൻഡറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാത്തിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് ഡെയിലി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിം കളിച്ചുണ്ടാക്കുന്ന ക്യാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിപ്റ്റോ ആയിട്ടും ബാങ്ക് വിഡ്രോവൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ അത് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് മെമ്പേഴ്സ് ഇതിനകത്ത് ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്തുകൊണ്ട് അവർ ഹാപ്പിയാണ്. അപ്പൊ അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയുള്ള ഫ്രീ സിഗ്നൽസും കാര്യങ്ങളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് പ്രകാരം നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൂഗിൾ പേ ആപ്ലിക്കേഷന്റെ ഒക്കെ അതേ ഫീച്ചേഴ്സോട് കൂടിയിട്ട് ഫ്ലിപ്കാർട്ട് കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ഒരു UPI ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷൻ ആണ് super.money UPI ബൈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ബീറ്റ വേർഷനിലാണ് പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് super.money എന്നാണെന്നുണ്ടെങ്കിലും ഗൂഗിൾ പേന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് ഘട്ടത്തിൽ എന്തായിരുന്നു പേര്, ഗൂഗിൾ ടെസ് എന്നായിരുന്നു. അതിനുശേഷം ഗൂഗിൾ പേ എന്ന് പറയുന്ന പേരിലോട്ട് വന്നു. പിന്നെയാണ് GPay എന്ന് പറയുന്ന പേരിൽ എല്ലാവരിലോട്ടും എത്താനായിട്ട് തുടങ്ങിയത്. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗൂഗിൾ ടെസ്റ്റ് എന്ന് പറയുന്ന പേരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ QR കോഡ് വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരുപാട് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരു നയാ പൈസ തരുന്നില്ല. ഉള്ളതെല്ലാം ആവശ്യമില്ലാത്ത കുറെ വൗച്ചറും കാര്യങ്ങളൊക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കാം ഇതേപോലെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇതിനകത്ത് റെഫറൽ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് റവന്യൂ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് QR കോഡ് വഴി സ്കാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇന്ന് തന്നെ ഞാൻ ഷോപ്പിൽ പോയപ്പം 2 വട്ടം സ്കാൻ ചെയ്തു. എനിക്ക് അതിനകത്ത് ഏകദേശം ഒരു 8 രൂപ 10 രൂപേന്റെ അടുത്ത് എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടി. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഗൂഗിൾ പേ പോലെ ഒരുപാട് വലിയ വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. വരുമായിരിക്കും, എന്നിരുന്നാലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. നമുക്ക് സ്കാനർ വെച്ചിട്ട് ക്യാഷ് പേ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൺ പേ അതുപോലെ തന്നെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വരാൻ പറയുക. കാരണം ഇതൊന്നും അധികം ആൾക്കാരിലോട്ട് എത്തിയിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനകത്ത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ OTP വെരിഫിക്കേഷൻ ഉണ്ടാവും. OTP വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏത് സിമ്മിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ഇരിക്കുന്നത് അത് വെരിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് ആ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ UPI വഴിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 10 രൂപയോ അല്ലെങ്കിൽ 4 രൂപയ്ക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതൊരു 100 rupees ആയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ക്യാഷ് ബാക്കിന്റെ വാലറ്റിൽ നിന്ന് തന്നെ നമുക്കത് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. മിസ്സാക്കണ്ട.
മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയാം. പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫറിലൊന്നും ഇല്ല കേട്ടോ, റഫറിൽ ഇനി കൊണ്ടുവരായിരിക്കും, അറിയില്ല. എന്നിരുന്നാലും ക്യാഷ് ബാക്ക് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുക, ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗൂഗിൾ പേൻ്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞു, അതൊക്കെ മറന്നേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാമതിലേക്ക്. സൈനിങ് ഔട്ട്.